ഹായ് നമസ്കാരം. ബലിയറുത്തത് പശുവിനെയല്ല, മുസ്ലിം വ്യാപാരിയുടെ വസ്ത്രാലയം അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ്. ഷിംല ഹിമാചൽ പ്രദേശിൽ മുസ്ലിം വ്യാപാരിയുടെ ടെക്സ്റ്റൈൽസ് സ്ഥാപനം അടിച്ചു തകർത്ത സംഭവത്തിൽ പുതിയ വിശദീകരണവുമായി പോലീസ്. പശുവിനെ ബലിയറുത്ത് ചിത്രം വാട്സപ്പിൽ സ്റ്റാറ്റസാക്കി എന്ന് ആരോപിച്ചായിരുന്നു ഹിന്ദുത്വ സംഘത്തിന്റെ അതിക്രമം. എന്നാൽ വ്യാപാരിയായ ഉത്തർപ്രദേശ് സഹാറൻപൂർ സ്വദേശി ജാവേദ് അറുത്തത് പശുവിനെയല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. യുപിയിലെ ഷിംലി പോലീസാണ് സംഭവം അന്വേഷിച്ചത്. ജാവേദ് ബലിയറുത്തത് പശുവിനെയല്ലെന്ന് SP വ്യക്തമാക്കി. നിയമപരമായാണ് ബലികർമ്മം നടന്നതെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം ഭീകരമായിരുന്നു. അതിനാൽ മതവികാരം വ്രണപ്പെടുത്തിയതിനു യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ബലിപെരുന്നാളിന്റെ പിറ്റേന്നായിരുന്നു ഹിമാചലിലെ സിർമൗർ ജില്ലയിലുള്ള നെഹാനിൽ ജാവേദിന്റെ വസ്ത്രാലയം ഹിന്ദുത്വ സംഘം സംഘടിച്ചെത്തി ആക്രമിച്ചത്. ബലിപെരുന്നാൾ ആഘോഷത്തിനായി ജാവേദ് നാട്ടിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. സിർമൗറിലെ ബനേദി സ്വദേശി രാജ്കുമാർ ഫേസ്ബുക്കിലിട്ട വീഡിയോ ആയിരുന്നു അക്രമത്തിനു പ്രകോപനമായത്. ജാവേദ് പശുവിനെ ബലിയറുത്തെന്നും വാട്സപ്പിൽ ഇതിന്റെ ചിത്രം സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടെന്നുമായിരുന്നു ഇയാൾ വീഡിയോയിൽ ആരോപിച്ചത്. ഇതിനെതിരെ പ്രതിഷേധിക്കാനായി എല്ലാവരും ജാവേദിന്റെ കടയ്ക്ക് മുന്നിലെത്തണമെന്നും ആവശ്യപ്പെട്ടു. വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും മണിക്കൂറുകൾക്കകം വസ്ത്രാലയത്തിനു മുന്നിൽ ആൾക്കൂട്ടം തടിച്ചുകൂടുകയും ചെയ്തു. കട കുത്തിത്തുറന്ന ആൾക്കൂട്ടം വസ്ത്രങ്ങളെല്ലാം കൊള്ളയടിച്ചു. കട അടിച്ചു തകർത്താണ് സംഘം മടങ്ങിയതെന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് രമൺ കുമാർ മീണ പറഞ്ഞത്. ആക്രമണത്തിനു ശേഷം സംഘം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. മതവികാരം വ്രണപ്പെടുത്തിയതിന് ജാവേദിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. സംഭവത്തിന് പിന്നാലെ നെഹാനിലെ മറ്റ് മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ VHP ബജരംഗദൾ നേതാക്കൾ അന്ത്യശാസനം മുഴക്കിയിരുന്നു. കടകൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഭീഷണി. സഹാറൻപൂർ സ്വദേശികളായ 7 മുസ്ലിം വ്യാപാരികൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇവർ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് സ്വാഹ. ഇതാണ് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞത്. ഇനി എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇവിടെ എല്ലാവരും മുസ്ലിങ്ങളെ തീവ്രവാദികളാണെന്നുള്ള രൂപത്തിലാണ് മുദ്ര കുത്തുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ അത്ര പ്രശ്നക്കാരാണെങ്കിലും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ചില അനിഷ്ട സംഭവങ്ങൾ മാത്രമാണ് പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പശുവിനെ അറുത്ത് ബീഫ് വീട്ടിൽ വെച്ചെന്നും പറഞ്ഞിട്ട് 15ഓളം വീടുകൾ ഇടിച്ച് തകർത്തു. അതിനുശേഷം പള്ളിയിലെ ഇമാമുമാരെ കൊന്നുകളഞ്ഞു. ഒരു വിഭാഗം ആൾക്കാരെ ജയിലിൽ അടച്ചു. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതിൻ്റെ ഈ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അക്രമ സംഭവങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയും. ആരും എടുത്തു ചാടാതെ അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായും.